പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തി. കത്തിച്ച നിലയിലാണ് അസ്ഥികഷ്ണങ്ങൾ. മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുകയാണ്. കെടാവർ നായയെ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ കൊന്ത കണ്ടെത്തി. മരിച്ചവരിൽ ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന കൊന്തയാണോ എന്ന് പരിശോധിക്കും. ശരത് SS ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശരത്ത്, തെളിവെടുപ്പ് ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പുതിയതായി ലഭിച്ച തെളിവുകൾ എന്തായാലും ഏറെ നിർണായകം തന്നെയാണ്. കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ എന്നടക്കം അന്വേഷണ സംഘം നോക്കുന്നുണ്ട്. എവിടെയൊക്കെ പരിശോധന എപ്പോഴൊക്കെ നടക്കും? റോഷ്നി, നിലവിലിപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. സെബാസ്റ്റ്യന്റെ വീടിന്റെ പുറകുവശത്തുള്ള കുളം വറ്റിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കുളത്തിൽ നിന്ന് ചളിയടക്കമുള്ള അവശിഷ്ടങ്ങൾ വാരി ഇപ്പോൾ ചെറിയ മണ്ണുമാന്തി യന്ത്രം അത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതും പരിശോധന നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ശരീരത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റു ഭാഗങ്ങളോ അസ്ഥികളോ ഇതിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. പ്രധാനമായും ഈ കുളത്തെ കേന്ദ്രീകരിച്ച് സംശയം വരുന്നത് ഈ കൊലപാതകത്തിന് മുമ്പ് കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഈ കുളത്തിലിട്ട് ജീർണിപ്പിച്ച ശേഷം പിന്നീട് സംസ്കരിച്ചോ എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുളത്തിൽ ഇപ്പോൾ കുളം വെട്ടിച്ചുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തുന്നത്. ഈ കുളത്തിലുണ്ടായിരുന്ന മത്സ്യങ്ങളടക്കം മുഷിയടക്കമുള്ള മത്സ്യങ്ങൾ മനുഷ്യമാംസം കഴിക്കുന്ന ആ രീതിയിലുള്ള മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധന എന്തായാലും ഇപ്പോൾ തുടരുന്നത്. അല്പസമയം മുമ്പ് നടത്തിയ പരിശോധനയിൽ ഈ മണ്ണ് മാന്തിയ സമയത്ത് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. നിരവധി 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ കുഴിക്ക് സമീപത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ എന്തായാലും കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ലഭിച്ച തെളിവുകൾ അതിലിനി എന്ത് സംഭവിക്കുമെന്നടക്കം ശാസ്ത്രീയ പരിശോധനകളിലൂടെ അടക്കം വ്യക്തമാകണം. SS ശരൺ കൂടി ചേരുകയാണ്. ശരൺ, ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പ്രതിയെ. പക്ഷേ ഈ പ്രതി സഹകരിക്കുന്നില്ല അന്വേഷണ സംഘത്തോട്. തുടർച്ചയായി ദിവസങ്ങളോളമുള്ള ചോദ്യം ചെയ്യലാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? വലിയ സംശയം അന്വേഷണ സംഘത്തിനുള്ളതാണല്ലോ. പക്ഷേ പ്രതി ഇങ്ങനെ സഹകരിക്കുന്നില്ലെങ്കിൽ മുന്നോട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? ശരൺ, കേൾക്കാമെങ്കിൽ പ്രതി സഹകരിക്കുന്നില്ല അല്ലേ തുടർച്ചയായി? ഇതിപ്പോൾ ചേർത്തലയിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. അവിടെ നിന്നാണ് ഏറ്റവും പുതിയ തെളിവുകൾ അടക്കം ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ പ്രതി സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിലടക്കം അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളടക്കം പറയുകയാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നില്ല. തുടർച്ചയായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഒന്നും ലഭിക്കുന്നില്ല അല്ലെ അന്വേഷണ സംഘത്തിന്? എന്താണ് അവരുടെ നീക്കം? ചേർത്തലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. പല സ്ഥലത്തും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. വീട്ടുമുറ്റത്തെ ഒരു കുളം അത് വറ്റിച്ചടക്കം പരിശോധന നടത്തണം. ഒപ്പം ഈ നിലത്ത് ഗ്രാനൈറ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇവിടങ്ങളിലെല്ലാം കുഴിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ്. നിലവിൽ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധിച്ചപ്പോൾ തന്നെ നിർണായകമായ തെളിവുകൾ കിട്ടുന്നു. അത് ഈ അസ്ഥികഷ്ണങ്ങളായാലും കൊന്തയായാലും ഒക്കെ ലഭിച്ചതാണ്. ഇതിപ്പോൾ ഈ കാണാതായ തിരോധാന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരുടെയെങ്കിലും കൊന്തയാണോ എന്ന സംശയമടക്കമുണ്ട്. ഏറ്റവും പുതിയ തെളിവുകൾ കൂടി ലഭിക്കുമ്പോൾ ഈ കേസ് കൂടുതൽ നിർണായകമാവുകയാണ്. ശരൺ ചേരുന്നു. ശരൺ, തെളിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും പ്രതി ഒന്നും പറയുന്നില്ല അല്ലെ? എന്താണ് അന്വേഷണ സംഘത്തോട് പ്രതി പറയുന്നത്? റോഷ്നി, പ്രതി ഒന്നും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതായത് 8 ദിവസത്തേക്കാണ് നേരത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അതിൽ കഴിഞ്ഞ 4 ദിവസവും വിശദമായ ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് SP നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ അയാൾ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. ഇതിന് പുറമെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് ചിലപ്പോഴെങ്കിലും നൽകുന്നത് എന്നുള്ളത് കൂടിയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റൊരു പരിമിതി ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഉള്ളത്, ഇയാൾക്ക് 70 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരിക അവശതകൾ ഉള്ളതിനാൽ തന്നെ തുടർച്ചയായ മണിക്കൂറുകൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരുന്നത്. നേരത്തെ 12:45 കൂടി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷം ഈ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിലാണ് 20ഓളം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ നടത്തിയ അതേ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇയാളെ വീണ്ടും വീടിനകത്ത് വെച്ച് ക്രൈംബ്രാഞ്ച് SP നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്.
അപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 4 സ്ഥലങ്ങൾ കൃത്യമായി തന്നെ 4 സ്പോട്ടുകൾ കൃത്യമായി തന്നെ ക്രൈംബ്രാഞ്ച് സംഘം ഐഡന്റിഫൈ ചെയ്തിരുന്നതാണ്. അതിൽ 2 കുളങ്ങളാണ്. ഈ കുളങ്ങളിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ മൃതദേഹം ഉപേക്ഷിച്ചോ എന്നുള്ള സംശയം ഉണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നേരത്തെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നത്, ഈ കുളങ്ങളിൽ മീനുകൾ, അതായത് ഈ മൃതദേഹത്തെ കഴിക്കുന്ന മീനുകളെ വളർത്തിയിരുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അത്തരത്തിൽ വളർത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിച്ചിരുന്നു. അപ്പോൾ അതിലും വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തുടർച്ചയായ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ വിധത്തിലുള്ള പരിശോധനയാണ്. ഇനി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുമെന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. ഭൂമിക്കടിയിലെ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ ആ അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഒരു വശത്ത് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കെടാവർ നായയെ എത്തിച്ചുള്ള പരിശോധന നടത്തിയത്. അങ്ങനെ കെടാവർ നായ എത്തിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ കെടാവർ നായ പോയി നിന്നത് ഒരു കൊന്തയ്ക്ക് മുന്നിലാണ്. ആ കൊന്തയെ മണപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ആ കൊന്ത കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇത് മരിച്ചവരിൽ, അതായത് തിരോധാന കേസിൽപ്പെട്ട ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന കൊന്തയാണോ എന്നുള്ള കാര്യവും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട്. ശരൺ, ഇത്രയധികം സ്ത്രീകളുടെ തിരോധാന കേസാണ്. അപ്പോൾ ഓരോ കേസിന്റെയും ഡീറ്റെയിലുകളിലേക്ക് കൃത്യമായി ആഴത്തിൽ കടന്ന് അതടക്കം ഉൾക്കൊണ്ടുള്ള പരിശോധന തന്നെയല്ലേ അന്വേഷണ സംഘം നടത്തുക? റോഷ്നി, തീർച്ചയായിട്ടും. അതായത് നേരത്തെ 2006 ബിന്ദുവിന്റെ തിരോധാന കേസ്, അതിനുശേഷം 2012 ഐഷ, അതിനുശേഷം 2020 സിന്ധുവും, പിന്നീട് കഴിഞ്ഞ വർഷമാണ് ജയനമ്മയുടെ കേസും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നേരത്തെ ഈ അസ്ഥികൾ കണ്ടെടുത്തപ്പോൾ അത് 3 പേരുടേതാണെന്നുള്ള സംശയം ആണ് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ബിന്ദുവാണ്. ഇതിന് പുറമെ ഐഷയുടേതോ അല്ലെങ്കിൽ ജയനമ്മയുടെയോ ആകാമെന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരുടെയും കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അത് പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. അതിന്റെ പരിശോധനാ ഫലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇതിന് പുറമെയാണ് സിന്ധു തിരോധാന കേസിലും ഇത്തരത്തിൽ പ്രതിയായ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിശദമായ പരിശോധന നടത്തുമ്പോൾ കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അത് ആരുടേതാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പരിശോധന, DNA പരിശോധന കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, ഇപ്പോൾ 2 വിഭാഗങ്ങളാണ് 2 കേസുകൾ അന്വേഷിക്കുന്നത്. ഒന്ന്, ഈ ബിന്ദുവിന്റെ തിരോധാന കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴയിലെ ജില്ലാ ക്രൈംബ്രാഞ്ചാണ്. ഇതിന് പുറമെയാണ് ജയനമ്മയുടെ കേസ്, അത് കോട്ടയത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ഈ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ലീഡ് ലഭിച്ചാൽ അത് SIT രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ചേർത്തലയിൽ പരിശോധന നടക്കുകയാണ്, ഒപ്പം പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടുമിരിക്കുകയാണ്.